ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് ബട്ടൺ ഇനാബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കം ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ എക്സാമിൻ്റെ ഒരു വീഡിയോ ഞാൻ വന്നിരിക്കുന്നത്. എക്സാമിന് പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കൂല, കാരണം അവിടെ എക്സാം ഹാളിൽ ഫോൺ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് എക്സാമിന് പോകുമ്പോഴത്തെ വീഡിയോ ഞാൻ എടുക്കൂല, ഇവിടെ മാത്രം എടുക്കുള്ളൂ, ഇപ്പോൾ മാത്രം എടുക്കുള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇന്ന് മൂന്നാമത്തെ സബ്ജക്റ്റാണ് എക്സാം. അതായത് ഒരു എക്സാം കഴിഞ്ഞിപ്പോൾ രണ്ട് എക്സാം കഴിഞ്ഞിപ്പോൾ മൂന്നാമത്തെ എക്സാമുണ്ട്. ആദ്യത്തെ എക്സാം മൈക്രോ എക്കണോമിക്സ്, രണ്ടാമത്തത് മാക്രോ എക്കണോമിക്സ്, ഇന്നത്തത് അനലിറ്റിക്കൽ ടൂൾസ് എന്നൊക്കെ സബ്ജക്റ്റാണ്. അതായത് മാത്സിനെയാണ്. പിന്നെ എനിക്ക് എക്സാം എന്നാ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 11-ാം തീയതി തുടങ്ങി. ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇനി ഇന്നും കൂടെ ഉള്ളു. ഇന്നും കൂടെ കഴിഞ്ഞെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇനിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഇതിൽ ഹാൾ ടിക്കറ്റിൽ ടൈം ടേബിൾ മാറിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെച്ച് ഞാൻ ഇതിൽ ഹാൾ ടിക്കറ്റിൽ മാറി കൊടുത്തേക്കുന്നത് വെച്ച്. പക്ഷേ ഞാൻ പറഞ്ഞു 13-ാം തീയതി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇന്ന് 18-ാം തീയതി ഉള്ളൂ എക്സാം. അത് BSc സബ്ജക്റ്റാണ്. BSc രണ്ടെണ്ണമുണ്ട്. BSc രണ്ട് സബ്ജക്റ്റ് മീൻസ് ഒരെണ്ണം മലയാളം, ഒരെണ്ണം ഇംഗ്ലീഷ്. പിന്നെ SEC വന്നത് BSc SEC ഇംഗ്ലീഷ് തന്നെയാണ്. ഒരെണ്ണം മാത്രമേ ഉള്ളൂ മലയാളം. പിന്നെ മൈക്രോ എക്കണോമിക്സ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല, ചെറിയ ടഫായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം ടഫ് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പക്ഷെ എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ പിള്ളേരോട് ചോദിച്ചപ്പോൾ പിള്ളേരിനോട് പറഞ്ഞു ടഫായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മാത്രമല്ല, പിള്ളേർക്ക് എല്ലാവർക്കും ടഫായിരുന്നു എന്ന് വിചാരിച്ച്. പിന്നെ ഇന്നലത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ എക്സാം കുഴപ്പമില്ലായിരുന്നില്ല. പിന്നെ ഇന്നത്തെ എക്സാം എനിക്കറിയില്ല, കണ്ടറിയാം. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട കഴിവുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ട് ഇന്നത്തെ എക്സാമിന്. ഇന്നത്തെ മിനിയാത്തെ എക്സാമും ഇന്നത്തെ എക്സാമും വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എക്സാം തന്നെയായിരുന്നു ബെറ്റർ. കാരണം മിനിയാത്തെ എക്സാം ചെറുതായിട്ട് ഡിഫറെൻ്റ് ആയിരുന്നു. ഇന്നത്തെ എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് 20-ാം തീയതി വരെ ഉണ്ട് എക്സാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മെയ് 7-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യേണ്ട ദിവസം. എന്നിട്ട് 19-ാം തീയതി ഒക്കെ ആകുമ്പോൾ കഴിയേണ്ട എക്സാം ആയിരുന്നു. അത് യൂണിവേഴ്സിറ്റിക്കാർ നീട്ടി 19-ാം തീയതിക്ക് വെച്ച്. ഇനിയിപ്പോൾ കഴിയുന്നത് 20-ാം തീയതി. കുഴപ്പമില്ല. പിന്നെന്താ, ഇപ്പോൾ സമയം 7:54 ആയിട്ടുണ്ട്. 7:54 ആയിട്ടുണ്ട്. എനിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, അതായത് എക്സാം തുടങ്ങുന്ന സമയം ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എക്സാം തുടങ്ങും. പിന്നെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്. ഇനി എക്സാം കഴിഞ്ഞെത്തുമ്പോൾ അതിപ്പോൾ വളരെ മതിയായിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല, എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, പേടിയ, ഐ മീൻ ടെൻഷൻ തോന്നുക, എന്താണെന്നറിയില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ
പഠിച്ചതെല്ലാം പറഞ്ഞു. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പഠിച്ചതാ പ്രോബബിലിറ്റി ആണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ എക്സാം നല്ല സിമ്പിളാവണേ എന്നാണ് പ്രാർത്ഥന. ഇനി കോളേജിലേക്ക് കോളേജിലേക്ക് കുറച്ച് നേരത്തെ പോകണം. കാരണം എനിക്ക് പ്രിൻ്റ് എടുക്കാനുണ്ട്. പ്രിൻ്റ് കൊണ്ടാണ് നമ്മൾ എക്സാം ഹാളിലേക്ക് കയറേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അതില്ലാണ്ട് എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിടിക്കും. ഇപ്പം പ്രിൻ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നത്തെ എക്സാമിന് മെയിനായിട്ട് വേണ്ടത് കാൽക്കുലേറ്റർ ആണ്. അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേറ്റർ മിസ്സായി. ഞാൻ എൻ്റെ റൂമിലാണ് വെച്ചിരുന്നത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ കാൽക്കുലേറ്റർ കാണുന്നുണ്ടായില്ല. പക്ഷെ കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ വേറൊരു കാൽക്കുലേറ്റർ ഉണ്ട്. നമുക്കിത് വേണ്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്, ക്യാഷ് വേണ്ട. അപ്പോൾ അങ്ങനെ അപ്പം നമുക്ക് പുറത്തെ പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിച്ചിട്ട് വരാം. പിന്നെ എൻ്റെ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടത്തിലായിരുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാത്തത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തത് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുക. പിന്നെ മാത്രമല്ല കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന വോയിസ് ഓവറിൽ ചിലപ്പോൾ അത്രയ്ക്ക് എന്താ പറയുക ഇതുണ്ടാവില്ല, എന്താ പറയുക മൈക്കില്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്നു വരില്ല. നമുക്ക് മൈക്കൊക്കെ വാങ്ങിക്കാൻ ശബ്ദം ഞാൻ തയ്ച്ചേ പറ്റൂ. എനിക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാനാണ് ഇഷ്ടം. കാരണം ഇപ്പോൾ വീഡിയോ ഡബ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മടിയാണ് ഡബ് ചെയ്യാൻ. രണ്ടാമത്തേത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഈ വീഡിയോ ഡയറക്റ്റായിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സാം കഴിഞ്ഞാൽ പോലത് എന്താ പറയുക യൂട്യൂബിൽ ഞാനത് അപ്ലോഡ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എൻ്റെ. അപ്പോൾ നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് വരാം. ഇവിടെ ഇപ്പോൾ നീറ്റേക്കുന്നത് ഇവിടെ ഇപ്പം നീറ്റേക്കുന്നത് വാതിച്ചിട്ട് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഉമ്മി എണീച്ചിട്ടുണ്ടായിരുന്നു. സ്കെച്ച് കഴിഞ്ഞിട്ട് ഓർത്തൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. പിന്നെ ബാബു ഉണ്ണി നല്ല സ്ലീപ്പിംഗ് ആണ്. അവളൊരു ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ ഉണ്ണി എണീക്കും. ഇപ്പം എനിക്കുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ 7:38 കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എണീക്കും. 8 മണിയൊക്കെ ആകുമ്പോഴാണ് അവൾ എണീക്കാറ് സാധാരണ. ഇന്നലൊക്കെ 8 മണിക്കായപ്പോൾ എണീച്ച്. ഇന്നൊക്കെ എനിക്കറിയില്ല കേട്ടോ എപ്പോൾ എണീക്കാൻ. ചില നേരത്തെ അവൾ ലേറ്റ് ആവും. എന്താ ചില നേരത്തെ അവൾ കുറച്ച് നേരത്തെ എണീക്കും. ഇന്നലെ കുറച്ച് നേരത്തെ എണീച്ചു. കാരണം മിനിയാന്ന് അവൾ നേരത്തെ കിടന്നുറങ്ങി. അതുപോലെ തന്നെ ഇന്നലെ കുറച്ച് നേരത്തെ എണീച്ചു. ഇന്നലെ മാത്രമല്ല അവളെ എണീറ്റത് എല്ലാ ദിവസവും നേരത്തെ എണീക്കും. ഇന്നിപ്പോൾ എനിക്കൊന്നൊരു 8 മണിയൊക്കെ ആകുമ്പോൾ 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. ചില നേരത്തൊക്കെ അവൾ 9 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുള്ളൂ. എന്നിട്ട് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് പുറത്തെ പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിച്ചിട്ട് വരാം. മാത്രമല്ല അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഫ്രഷ് ആകാൻ പോവാം. അപ്പോൾ ഇങ്ങോട്ട് കണ്ടിട്ട് നിങ്ങൾ ഒന്നും ചോദിക്കരുത്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റില്ല. ഇപ്പോൾ ഉറക്കത്തിൽ നിന്നല്ല, ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നിസ്കരിച്ച് ഒരു 6 മണിക്കായപ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്നിട്ട് നിസ്കരിച്ച് പഠിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങുമ്പോൾ എന്താ പറയുക ഞാൻ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് അങ്ങനത്തെ ഒരു നമ്മൾ തെന്നും പറഞ്ഞ് കിടക്കുമല്ലോ. അപ്പം അങ്ങനെ ആണ് ഈ മുടി. അപ്പം ഇനി കൂടുതൽ നമുക്ക് അധികം നമുക്കിനി
നമുക്കിനി കൂടുതൽ സംസാരിക്കണം. നമുക്ക് നേരെ പുറത്തൊന്ന് പോയിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ് ഇപ്പോൾ സമയം 6:12 ആയിട്ടുണ്ട്. നമ്മുടെ നെല്ലിപ്പുളി ഉണ്ടായിട്ടുണ്ടോ എന്ന് ഡൗട്ടില്ല. പിന്നെ ഉണ്ടായിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, കഴിച്ചു തുടങ്ങി. ഈ ചെടികളൊക്കെ കാണിച്ചു തരാം. ഒരു വീട് കാണിച്ചു തരാം. ആ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക്. ഇതാ ഈ കാണുന്ന വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാ. ഇവരുടെ ആദ്യം ഓടും വീടായിരുന്നു. ഇപ്പോൾ വാർക്കയാക്കിയിട്ടുണ്ട്. എന്താ എൻ്റെ വീട്ടിലുള്ള കുറച്ച് ഫ്ലവേഴ്സാണ്. ഗൈസ് അണ്ണൻ ചുമ്മാ കണ്ടപ്പോൾ വീഡിയോ എടുത്താണ് കേട്ടോ. ഗൈസ് ഞാൻ പോയി ഫ്രഷായി എക്സാമൊക്കെ എഴുതിയിട്ട് വരാം. കാരണം ഇതിൽ അധികം നേരം വീഡിയോ എടുക്കാൻ പറ്റൂല. കാരണം ഇതെൻ്റെ ഫോണല്ല, ഉമ്മയുടെ ഫോണാണ്. ഉമ്മയുടെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞ് തന്നെ എൻ്റെ ബ്രദർ വിളിക്കും, അതുപോലെ തന്നെ എൻ്റെ സിസ്റ്റർ വിളിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഫോൺ ഉമ്മക്ക് കൈമാറാണ്. നമുക്കിനി പോയി വന്ന് കാണാം. ഓക്കെ. ചേടാ. അപ്പോൾ ഗൈസ് ഞാൻ എക്സാമൊക്കെ എഴുതി വന്ന് എക്സാം എഴുതി കഴിഞ്ഞ് വന്നിട്ട് കുറേ നേരമായി. ഞാൻ നല്ലോണം ടയേർഡായിട്ടായിരുന്നു കോളേജിൽ നിന്ന് വന്നത്. എൻ്റെ എക്സാം നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ മീൻസ് ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ വിട്ടത് ഒരു 12 മണിക്കായി വിട്ടപ്പോൾ, ഒരുപാട് ലേറ്റായി വിട്ടപ്പോൾ. അപ്പോൾ അങ്ങനെ പിന്നെ ഇന്നത്തെ എക്സാം എന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ ടഫായിരുന്നു. പാസ്സായാൽ പറയാം പാസ്സായിരുന്നു. കാരണം നല്ല ടഫായിരുന്നു. കുറച്ച് ആൻസേഴ്സൊക്കെ കിട്ടി. ലൈക്ക് ഞാൻ പഠിച്ചതിന് കുറച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 ക്വസ്റ്റ്യൻസ് അങ്ങാണ്ട് പുറത്തുനിന്നുണ്ടായിരുന്നു. ഞാൻ പിള്ളേർ എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. ബട്ട് അവർക്ക് ടഫായിരുന്നു, അതുകൊണ്ട് എനിക്ക് ടഫായിരുന്നു. പിന്നെന്താ, പിന്നെ ഞാൻ വീഡിയോ എടുക്കാത്ത എൻ്റെ മെയിൻ റീസൺ ഞാൻ മറന്നുപോയി മാത്രമല്ല, ഞാൻ ടയേർഡായിട്ടാണ് പറഞ്ഞിരുന്നത്. ഞാൻ വന്നപ്പോൾ തന്നെ ആദ്യം മഴയുടെ ഫുഡാണ് കഴിച്ചത്. കാരണം നല്ല വിശപ്പിട്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ച്, ചോറിന് കറി മോരുകറി ഉണ്ടായിരുന്നു, പിന്നെ ചെമ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു. അതെ, പിന്നെ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കാം, കാരണം അപ്പുറത്തുണ്ട്. അപ്പം നിങ്ങളോട് സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഓക്കെ. കുട്ടിക്ക് കുറുക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നല്ല പണിയാണ്, വടക്കാപ്പുറത്ത് നല്ല പണിയാണ്. ഉമ്മയുടെ വീട്ടിൽ നിന്ന്, അതായത് ഉമ്മയുടെ ഇത്താടെ മോളുടെ വീട്ടിൽ നിന്ന് ജാക്ക് ഫ്രൂട്ട് അതായത് ചക്ക കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞു ഉമ്മാനോട് ഞാൻ പറഞ്ഞ പഴുത്തതാണോ പച്ചയാണോ എന്ന് വെച്ചു. അപ്പം പറഞ്ഞ് പച്ച എന്ന് പറഞ്ഞു. അപ്പോൾ
പക്ഷേ ആണെങ്കിൽ വറുക്കാൻ പറ്റുന്ന ഭാഗമാണെങ്കിൽ വറുക്കാൻ പറഞ്ഞു, അല്ലാത്തതാണെങ്കിൽ ഒലത്താൻ പറഞ്ഞു, അല്ലാത്തതാണെങ്കിൽ കറി വെക്കാന്ന് പറഞ്ഞു. അപ്പം ഉമ്മ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാക്ടീസ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അതൊക്കെ ഞാൻ പിന്നെ പറയാം. പ്രാക്ടീസ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ നല്ല ശബ്ദം. ഞാൻ വന്ന് നോക്കും, ജസ്റ്റ് ഒന്ന് അയൽവക്കത്ത് നോക്കുമ്പോഴാണ് ചക്ക വറുത്ത ചക്ക കണ്ടത്. അപ്പോഴത്തെ എനിക്ക് നല്ല പണി കിട്ടി. ഉമ്മ എന്നോട് പറഞ്ഞു ചക്കക്കുരു ഇല്ലേ, ചക്കക്കുരു പറത്തി വെക്കാൻ പറഞ്ഞു. ഞാനവിടെ സ്കേപ്പ് അടിച്ച് വന്നതാണ്. അങ്ങനെ പിന്നെ എന്തിൻ്റെ പ്രാക്ടീസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച, അഥവാ സോറി എൻ്റെ വായിന്ന് അങ്ങനെ വന്നുള്ളൂ, ക്ഷമിക്കുക. അതായത് ചൊവ്വാഴ്ച 19-ാം തീയതി ഞങ്ങളുടെ റെസിഡൻസിൻ്റെ ഗ്രാമോത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 പ്രോഗ്രാംസിലുണ്ട്. കോൽക്കളിയിലുണ്ട്, പിന്നെ വേറൊരു പ്രോഗ്രാം ഉണ്ട്, സിംഗിൾ സോങ്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണാം, വെയിറ്റ് ആൻഡ് സീ. ആ ഒരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചൊവ്വാഴ്ച വരുന്നു വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ചിലപ്പോൾ ഇടുള്ളൂ, ചിലപ്പോൾ ഇടുക. കാരണം എക്സാം അല്ലേ, അതുകൊണ്ട്. പിന്നെ അതിനു മുൻപ് ഇന്ന് ഞാൻ ചിലപ്പോൾ, ഇതും വലിയ ഉറപ്പില്ല, ഇന്ന് ഞാൻ ചിലപ്പോൾ ഒരു സർപ്രൈസ് വീഡിയോ ഇടും. അതെന്താണെന്നൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ഇന്നിടും, അല്ലെങ്കിൽ നാളെ ഇടും. സോറി, ഈ വീഡിയോ ചിലപ്പോൾ നാളെ ആയിരിക്കും ഇടുക. കാരണം എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുള്ളൂ, അധികം ഒന്നും ഇല്ല വീഡിയോ. ഇതൊന്ന് നാളെ തിങ്കളാഴ്ചത്തെ വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇടാന്ന്. അപ്പം അതാകുമ്പോൾ കുറേ ഉണ്ടാവുമല്ലോ, ഇതിപ്പോൾ കുറച്ചുണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് തിങ്കളാഴ്ച ഇടും. അപ്പം അങ്ങനെ. പിന്നെ നിങ്ങളുടെ എക്സാം ഇപ്പോൾ 10ാം ക്ലാസ്സും 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സൊക്കെ മെയിൻ എക്സാം എഴുതിയിട്ടുണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് +1 +2. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞ് ഞാൻ വന്നിട്ടുള്ളൂ. ഇപ്പോൾ സമയം കാണിച്ചു തരാം. ഒരു സമയം 5:29 ആയിട്ടുണ്ട്. 5:29 ആയിട്ടുണ്ട്. ഇനി നിസ്കരിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ചിലപ്പോൾ കിടക്കും, അല്ലെങ്കിൽ ചായ കുടിക്കും. എന്നിട്ട് അപ്പോഴേക്കൊരു 7 മണിക്കാവും. 7 മണിക്ക് പിന്നെ ഞാൻ ചിലപ്പോൾ പ്രാക്ടീസ് കാണും. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച എക്സാമാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങണം. അങ്ങനെ. അപ്പോൾ നമുക്ക് ഉറങ്ങി കഴിഞ്ഞിട്ട് കാണാം. ചിലപ്പോൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഞങ്ങൾക്ക് കുറേ നിസ്കരിക്കുന്നുണ്ട്. ഇനി അസറ നിസ്കരിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കരിക്കണം. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കാണാം. ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബുധനാഴ്ച എടുത്തായിരുന്നല്ലോ എക്സാമിൻ്റെ വീഡിയോ, അതിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ ഇന്നത്തെ എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷാണ്. കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അവിടെ ഉണ്ണി ചെറുതായിട്ട് കരയുന്നുണ്ട്, പിന്നെ ഉണ്ണിനെ കളിപ്പിക്കുന്നുണ്ട് ഉമ്മ. അപ്പോൾ അതുകൊണ്ടാണ് ശബ്ദമൊക്കെ ഡയറക്റ്റായിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ശബ്ദമൊക്കെ കേൾക്കുന്നത് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലീഷ് മീൻസ് ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ സാധാ ഇംഗ്ലീഷിൻ്റെ തന്നെയായിരുന്നു ടൈം ടേബിൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വ്യത്യാസമുണ്ട്. VSC
ഉള്ള സബ്ജക്റ്റാണ് ഞങ്ങൾക്ക് ഇംഗ്ലീഷ്. ഇപ്പോൾ 2 VSC ഉണ്ട്. 2 VSC മീൻസ് ഒരെണ്ണം ഇംഗ്ലീഷ്, ഒരെണ്ണം മലയാളമാണ്. അപ്പോൾ നാളെ മലയാളം, ഇന്ന് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് എന്താ ക്ലാസ്സിൽ പഠിപ്പിച്ചെന്ന് ഓർമ്മയുണ്ട്. പിന്നെ ചെറുതായിട്ടിട്ടാ. പിന്നെന്താ, പിന്നെ ഞാൻ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്നുള്ളൊരു ചാപ്റ്ററിൻ്റെ സ്റ്റോറി അയക്കായിരുന്നു, കഥ അയക്കായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് നോക്കിയിട്ടില്ല. കാരണം ഇന്നലെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയിക്കായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയി. ഒരുപാട് മീൻസ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയി. 5 മണിക്കായി ഇറങ്ങിയപ്പോൾ. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഒരു 9 മണിയൊക്കെ ആയി. അപ്പോൾ ഞാനും ഇതാദ്യം ഡ്രസ്സ് എടുത്ത്, ഞാനും ഇതാദ്യം മാത്രമല്ല ബാബിയും ഡ്രസ്സ് എടുത്ത്. അവർ പറഞ്ഞെടുത്ത്, ബാബി പറഞ്ഞെടുത്ത്, താത്തയും പറഞ്ഞെടുത്ത്, ഞാൻ മാത്രം ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. അവരും ഞാനും താത്തയും ഡ്രസ്സ് എടുത്ത്, ബാബി മാത്രം എടുത്തിട്ടുള്ളൂ. പിന്നെ ഉണ്ണിക്ക് മേടിക്കണം. ഉണ്ണിയുടെ ഡ്രസ്സ് കിട്ടിയിട്ടില്ല. ഉണ്ണിക്കുള്ളത് മേടിക്കണം. അവൾക്ക് എന്താ ഹെയർ ബാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറിപ്പ് കൊടുക്കുന്നൊരു കുപ്പി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ എക്സാമിന് പോകാനുള്ള സമയം ഏകദേശമായി വരുന്നു. ഇപ്പോൾ സമയം 8:39 ആയിട്ടുണ്ട് കേട്ടോ. നമുക്കവിടെ 10 മണിക്ക് അവിടെ എത്തണം. എക്സാം ഹാളിൽ ഒരു കറക്റ്റ് 10 മണിക്ക് അവിടെ നമ്മൾ അവിടെ ഉണ്ടാക്കണം. പിന്നെ കുറച്ച് നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം പഠിക്കാനുള്ള ടൈം കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ ചെല്ലണം. അപ്പോൾ ഇനി ഫ്രഷ് ആവണം. ഫ്രഷ് ആവാൻ വേണ്ടി ഒന്നുമില്ല, മീനേ ഉള്ളൂ. വന്നിട്ട് മീൻസ് കുറച്ച് ലേറ്റ് ആയി. കുറച്ച് മീൻസ് അങ്ങനെയല്ല, രാത്രി കുളിക്കുള്ളൂ. അപ്പോൾ എനിക്ക് എന്താ പിറ്റേ ദിവസം എക്സാം ഉണ്ടാവില്ല. അതിൻ്റെ പഠിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി ഇതാവും. ഇത് മാത്രമല്ല, ഞാൻ ഉച്ചയ്ക്ക് കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ബുദ്ധിമുട്ട് മീൻസ് എന്താ, ഞാൻ പുറത്ത് കോളേജിൽ പോയി വരുമ്പോൾ ഓൾറെഡി ടയർഡായിരിക്കും വരുന്നത്. അപ്പോൾ വേർപ്പൊക്കെ കാരണം ഞാൻ ആ ടൈമിൽ കുളിക്കില്ല. പകരം ഞാനൊരു 5 മണി 6 മണിയല്ല, ഇപ്പോൾ 8 മണിയൊക്കെ ആകുമ്പോൾ കുളിക്കും. ഒരു സുഖം കിട്ടും. പിന്നെന്താ, എനിക്ക് രാവിലെ കുളിച്ച് പോയി കഴിഞ്ഞുള്ള രാവിലെ കുളിച്ച് പോകുന്നത് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തുമ്മലുണ്ടാവും. പിന്നെ ആ തുമ്മൽ അവസാനിക്കുന്നത് പനിയിലൂടെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുളിക്കാറുണ്ടല്ല, മീനെടുക്കാറുണ്ട്, തല കുളിക്കാറില്ല. അപ്പോൾ നമ്മുടെ ബേബി എണീച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് സുബീസ്കരിച്ചിട്ട് ഉറങ്ങി തന്നെയില്ല. ഇനിയിപ്പോൾ വന്നിട്ട് ഉറങ്ങാൻ പറ്റുമെന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ടയേർഡായിട്ടായിരിക്കും വരാം. ഒരു 5 മിനിറ്റ് കിടന്നാൽ കിട്ടിയെങ്കിലായി. എന്നിട്ട് പറ്റുമെങ്കിൽ പ്രാക്ടീസ് വേണം. പിന്നെ എന്താ നമ്മുടെ ചായ കടി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ താത്ത ഇപ്പോൾ പോയിട്ടാ. താത്ത ഇന്ന് പോയി. ഒരു 6 മണിക്കൊക്കെ പോയുള്ളൂ. 6 മണിയൊക്കെ ആയപ്പോൾ താത്ത പോയി. പിന്നെ എന്താ, ഈ ഒരു ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന വോയിസ് ഓവറിൽ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ എന്താ പറയുക, ഡബ് ചെയ്യാൻ പറ്റില്ല. വോയിസ് ഓവർ കൊടുക്കാൻ സമയമില്ല. കാരണം എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് എക്സാമിനിടയിൽ വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കുറേ ദിവസം വിചാരിക്കുക, പക്ഷെ പറ്റുന്നില്ല. എക്സാം കാരണം പറ്റുന്നില്ല. പ്രാക്ടീസ് ഉള്ളതുകൊണ്ടും സാധിക്കുന്നില്ല. അപ്പോൾ എനിക്കിനി വെക്കേഷന് ബുധനാഴ്ച കൂടെ ഉള്ള എക്സാം. അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. വെക്കേഷൻ കുറച്ച് ദിവസം ഉള്ളൂ. എന്നാലും അവിടെ വീഡിയോ എടുക്കണം. അങ്ങനെ നമുക്കിനി പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്കിനി പ്രകൃതി ഭംഗികളൊക്കെ ഒന്ന് ആസ്വദിക്കാം. ഓക്കെ, ബൈ. ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഞാൻ ഡയറക്റ്റായിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അത്ര ശബ്ദം ഉണ്ടാവില്ല. അത് വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ. വീട്ടിൽ കുറച്ച് പേർക്ക് ഉറങ്ങുന്നുണ്ടാവില്ല. അപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വെച്ചാണ് ഞാൻ പയ്യെ സംസാരിക്കുന്നത്. പിന്നെ റൂമിൽ ഫാനിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ശബ്ദമായിരിക്കും കൂടുതലായിട്ട് കേൾക്കാം. പിന്നെന്ന് വെച്ചാൽ എന്താ,
ഒരു ചേച്ചി നിൽക്കുമ്പോൾ ഒരു സാധനം വീണ ഒച്ച കേട്ടല്ലോ നിങ്ങൾ, അത് വേറൊന്നുമല്ല കേട്ടോ, നാളികേരം വീണേൻ്റെ ശബ്ദമാണ് കേട്ടത്. പിന്നെന്താ, ഞാൻ ഈ ഡയറക്റ്റായിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഗൈസ്, ഞാനങ്ങനെ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ യൂണിഫോം. നമുക്ക് എല്ലാ കഥകളും എല്ലാ വിശേഷങ്ങളും എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാം, ഓക്കെ? കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിന് പോകാൻ പോകണം. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ വീഡിയോ എത്രമാത്രം സക്സസ് ആവും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പോയിട്ട് വരാൻ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ പോയിട്ട് എക്സാം എഴുതിയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ. ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൻ്റെ വീഡിയോ തന്നെയാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് 4-ാമത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അതിൻ്റെയും പിന്നെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പമായിരിക്കും ഈ വീഡിയോ ഇടുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 2 വീഡിയോസും കുറച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒപ്പം ഇതുണ്ടാവും, ഇന്നത്തെ ഈ വീഡിയോ ഉണ്ടാവും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രമാത്രം സക്സസ് ആവുന്നൊരു പിടുത്തമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുൾ ടയേർഡാണ്. കാരണം ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നല്ല പോലെ ക്ഷീണമുണ്ട്. എണീക്കാൻ തന്നെ ലേറ്റ് ആയിരുന്നു. ഇപ്പോൾ സമയം 9 മണി ആയിട്ടുണ്ട്. എനിക്ക് 10 മണിക്കാണ് എക്സാം. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്തിട്ട് പോലും ഇല്ല, ഞാനിപ്പോൾ തന്നെ ചെയ്തിട്ടുള്ളൂ. ഇനി ഫ്രഷ് ആവണം. എന്നിട്ട് ഫ്രഷ് ആയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഫൈനൽ എക്സാമാണ്. സോ ഇന്നത്തെ എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ BSc, അതായത് ലാംഗ്വേജ് എക്സാം, ഇംഗ്ലീഷ് തന്നെ. അപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ എക്സാം എന്താ തീരുമോ എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഇന്നലെ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഇന്നലെ വന്നപ്പോൾ ലേറ്റായി, അവിടെ വന്നപ്പോൾ ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇന്നലെ ലേറ്റായി പോയി എണീക്കാൻ, അതുകൊണ്ടും നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കണ്ടറിയാം, റിസൾട്ട് വന്നാൽ കണ്ടറിയാം പാസ്സാവില്ലെന്ന്. അപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് പൊട്ടിയിട്ട് വരാം, അതായത് പരീക്ഷ എഴുതി പൊട്ടിയിട്ട് വരാം, ഓക്കെ? ഞാൻ ചിലപ്പോൾ വന്നിട്ടായിരിക്കും വീഡിയോ എടുക്കുന്നത്, ഓക്കെ? അത്രയ്ക്ക് ലേറ്റ് ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ്, ഞാൻ എക്സാമൊക്കെ എഴുതി വന്നു. ഇതാണ് എൻ്റെ കോളേജ് യൂണിഫോം. ഡ്രസ്സ് കാണിച്ചു തരാം. ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ മറന്നു. ഈ മാത്രമല്ല ഇപ്പം എൻ്റെ കയ്യിലുള്ളത്, ഞാൻ അമ്മയുടെ ഫോണിലോ മറ്റോ നോക്കി. ഇതാണ് എൻ്റെ കോളേജ് യൂണിഫോം. ഞാൻ കോളേജിൽ നിന്ന് വന്നിട്ട് അപ്പം തന്നെ വീഡിയോ എടുക്കാൻ ചെയ്തത്. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ യൂണിഫോം കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു കയ്യില്ലേ, മറ്റേ യൂണിഫോമിൻ്റെ ഇതില്ലേ, കോട്ടല്ലാത്തത്, ഈ ഒരു ഷർട്ട് ചായ കളറാണ് കേട്ടോ. പിന്നെ കോട്ട് വന്നത് ഒരു ബ്ലാക്ക് കളറായിട്ടും പാൻറ്റും അതേ കളർ തന്നെയാണ് കേട്ടോ. കോളേജിൽ ഏത് തട്ടം യൂസ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ സ്കൂളിൽ അതല്ല സ്ഥിതി. സ്കൂളിൽ ഇപ്പോൾ +1 +2 എന്തിന് നമ്മൾ 10ാം ക്ലാസ് വരെ ഞാൻ ഓൺലൈനിലാണ് പഠിച്ചത്. അവിടെ ബ്ലൂ കളറ് ഷാൾ തന്നെ യൂസ് ചെയ്യണം, ഷാളിൽ തട്ടം. അതുപോലെ തന്നെ
പ്ലസ് അത്ര സീനില്ല, എന്നാലും സീനില്ല ചെറുതായിട്ട്. അവിടെ ബ്ലാക്ക് ഷോൾ തന്നെയാണ് അവിടെ. ഇതാണ് എൻ്റെ കോളേജ് യൂണിഫോം. പിന്നെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പമുണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊരു ടഫ് ഉണ്ടായിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനി മാർക്ക്, അതായത് റിസൾട്ട് വന്നാൽ അറിയാം പാസ്സായോ ഫെയിലായിരുന്നു. പിന്നെന്താ, പഠിച്ചിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് എന്താ എക്സാമിന് മുന്നിൽ ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ വെച്ചിട്ടും പിന്നെ വീട്ടിൽ വെച്ചിട്ടും നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഇന്നത്തേത് ഞങ്ങളുടെ ലാസ്റ്റ് എക്സാം ആയിരുന്നു. ഇതോടുകൂടി ഞങ്ങളുടെ എക്സാം കഴിഞ്ഞു. ഇനി പുറത്തേക്ക്, അതായത് കറങ്ങാൻ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കൂല. കാരണം ആകെ കുറച്ച് ദിവസമുള്ളൂ വെക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. ക്ലാസ്സില്ലാത്ത ദിവസം, പിന്നെ ക്ലാസ്സില്ലാത്തത് ഞങ്ങൾക്ക് ജൂൺ 1-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെന്താ, പിന്നെ 28-ാം തീയതി, ഇൻഷാ അല്ലാഹ് 28-ാം തീയതിയാണ് ബലിപെരുന്നാൾ. ഡ്രസ്സ് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ എടുത്തു. ഞങ്ങൾ മൂന്നുകുടിയിൽ നിന്നാണ് ഡ്രസ്സ് എടുത്തത്. അവിടെ 3 ഘടകങ്ങളുണ്ട്. അതിൽ ഇപ്പം അടുത്ത ഒരു കാര്യം ചെയ്തൊരു കാര്യമുണ്ട്, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. എനിക്ക് അങ്ങനത്തെ ഒരു പേരാണ്. അതിൻ്റെ പർദ്ദക്കട ഉണ്ട്, അതിൻ്റെ ഭാഗത്തായിട്ട് ബ്യൂട്ടിയുടെ മുകളിലായിട്ടൊരു പർദ്ദക്കട ഉണ്ട്. അവിടെയും കയറി. അതിൻ്റെ പേരും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അവിടെ നിന്ന് ഇത്താത്തയും ഭാബിയും ഒരു പർദ്ദ വാങ്ങിച്ചു, ഞാൻ വാങ്ങിച്ചില്ല. ഇൻഷാ അല്ലാഹ് വേറെ ദിവസം മേടിക്കാൻ വിചാരിക്കുന്നത്. പിന്നെന്താ, ഒന്നാമത് എനിക്ക് പർദ്ദ ഇടാനായിട്ട്, പർദ്ദ ഒന്നും എടുക്കാൻ വലിയ മൂടുണ്ട്, ഐ മീൻ തോന്നിയില്ല. പിന്നെ ചിന്തിച്ചപ്പോൾ വിചാരിച്ചു എടുക്കായിരുന്നു, പണ്ട് കാര്യമില്ല. പിന്നെ എനിക്ക് അവിടെ തന്നെ എന്താ പെരുന്നാളുള്ള ടോപ്പ് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴും അവിടെ കുറേ ഡ്രസ്സുകളൊക്കെ ഇട്ട് നോക്കി. പക്ഷെ എന്തോ ഇഷ്ടപ്പെട്ടില്ല, ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, വല്ലാതെ കുഴപ്പമില്ല. പിന്നെന്താ, എന്നിട്ട് എപ്പോഴും ഡ്രസ്സ് ഞങ്ങൾ നോക്കാറും എടുക്കാറും അവിടെ തന്നെയാണ്. മൂന്ന് വീടിലുള്ള സിയോറന്നാണ് ഞങ്ങൾ എന്നിട്ട് ലാസ്റ്റ് ആയപ്പോൾ ഡ്രസ്സ് എടുത്തത്. ഒരു ജീൻസ് ടൈപ്പ് ടോപ്പും അതേപോലെ അതിന് പറ്റിയൊരു പലാസോ പോലത്തെ ഒരു പാൻറ്റ്, ജീൻസാണ് കേട്ടോ. പാൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ജീൻസ് പോലത്തെ ടൈപ്പ്, ബ്ലാക്കും വൈറ്റും കൂടിയത്. അതായത് ബ്ലാക്ക് പാൻറ്റാണ്, അതിൻ്റെ ഉള്ളിലേക്കുള്ള ഷെയ്ഡ് പോലെ വൈറ്റ് കളറ്. അങ്ങനെ പിന്നെ ബേബിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ല. ബേബിക്ക് നമുക്ക് നോക്കണം, അതായത് മുസ്ലിമോൾക്ക് നമുക്ക് ഡ്രസ്സ് നോക്കണം. ഞങ്ങൾ ലാമില്ലല്ലോ, ഫസ്റ്റ് ഹഗ്ഗിൽ പോയി. അവിടെ നിന്ന് അവൾക്ക് പറ്റിയത് കിട്ടിയില്ല. ഞാൻ കുറേ നോക്കി, പക്ഷെ കിട്ടിയില്ല മീൻസ് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവിടെ നിന്ന് അവൾക്ക് എന്താ ഹെയർ ബാൻഡും അതുപോലെ തന്നെ എന്താ ഇതും കിട്ടി, കുറുക്ക് കൊടുക്കാനുള്ള കുപ്പിയില്ലേ, അതും എടുത്തു. കുറേ ദിവസം ഞങ്ങൾ നോക്കണം അവൾക്ക് കുറുക്ക് കൊടുക്കാൻ പറ്റിയത് ഉണ്ട്. അത് ചെറുതായിട്ട് പഴകി തുടങ്ങി, അപ്പോൾ അതുകൊണ്ട് പുതിയത് മേടിക്കാന്ന് വെച്ചാൽ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്ലാൻ, അതായത് ഇന്നത്തെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല, എന്നാലും ഫുഡ് കഴിക്കണം, കുറച്ച് നേരം ഉറങ്ങണം, എന്നിട്ട് എണീക്കണം. അതിന് മുൻപ് നിസ്കരിച്ചിട്ട് വേണം ഉറങ്ങാൻ. അപ്പം അങ്ങനെ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ തന്നെ തട്ടിയും പോകാൻ. അപ്പുറത്തും ഉമ്മയൊക്കെ ഉണ്ട്, ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങിയിട്ടൊക്കെ വരാം. ഓക്കെ, ബൈ. നമ്മൾ ചാമ്പൊക്കെ കഴിക്കാൻ പോവാണ്. ഇത് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ചാമ്പക്ക കേട്ടോ, കഴിച്ചു നോക്കാം നമുക്ക്. കൊള്ളാം, അടിപൊളി, ഉപ്പൊക്കെ കറക്റ്റാണ്. അതിൽ വിനീഗർ വെച്ചില്ല, കാരണം വിനീഗർ ഇല്ലാന്ന് തോന്നണം. മഴ വെച്ചപ്പം പറഞ്ഞാൽ അതുകൊണ്ട് പോകാൻ പ്രകാരം
ഉമ്മയുടെ ഉമ്മയുടെ ജോലിയായിരുന്നു. അപ്പം ഇതിൻ്റെ ഇടയിൽ ഡിസ്റ്റർബ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ അവിടേക്ക് പോന്നേക്കണം. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വിനീഗറൊന്നുമില്ല, ഇനി അതും കൊണ്ട് പോകാൻ പറഞ്ഞു. ബാബി ഉണ്ണിക്ക് കുറുക്ക് കൊടുക്കണം. ബാബ പുറത്തുണ്ട്. ഞാനിത് മുകളിലായിരുന്നു കേട്ടോ ചാമ്പൊക്കെ ഉണ്ടായിരുന്നത്. ഏറ്റവും മുകളിൽ അവിടെ മീൻസ് താഴത്തെ അങ്ങനെ കണ്ടായിരുന്നില്ല. പിന്നെ മുകളിലായിരുന്നു, കുറച്ച് ഹൈറ്റിലായിരുന്നു നിന്നായിരുന്നത്. അപ്പം ഞാൻ കസാരൊക്കെ എടുത്ത് ഇട്ടാണ് ഞാനത് പൊട്ടിച്ചത്. വലിയ ടാസ്ക്കാണ് കേട്ടോ. ഞാൻ ചിത്രക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല, എന്നാലും നല്ല ടാസ്ക്കാണ്. പക്ഷെ തിന്നാന്നുള്ളൊരു കൊണ്ട് ഞാൻ പിന്നെ പൊട്ടിച്ചതാണ്. ഇനി ഉണ്ട് മുകളിൽ, പൊട്ടിക്കണം, നാളാവട്ടെ. ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയി. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ചാമ്പയ്ക്കയോ മാങ്ങയോ ചക്കയോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. എനിക്ക് പൈനാപ്പിൾ ഉപ്പിലിട്ടിട്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കഴിക്കരുതെന്ന്, അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിക്കാറില്ല പൊതുവെ. ഞാനിപ്പോൾ അത് കഴിക്കാനായിട്ട് കുറേ നാളായി. പണ്ടങ്ങാണ്ട് കഴിച്ചാണ്, ഇപ്പോൾ കഴിച്ചിട്ടില്ല. പക്ഷെ കടകളിലൊക്കെ ഉപ്പിലിട്ട് കാണുമ്പോൾ കൊതിയാവില്ല. പക്ഷെ എന്ത് ചെയ്യും, ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യും. കഴിക്കരുത് പണി എപ്പോഴും പറ്റാന്ന് പറയാൻ പറ്റില്ലേ, അതുകൊണ്ട്. പിന്നെന്താ, ആൻറ്റി ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന വോയിസ് ഓവറിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഞാനിത് എല്ലാ വീഡിയോയിലും പറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇപ്പോൾ അടുത്താണ്. കാരണം എനിക്ക് മീൻസ് ഡബ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ബുദ്ധിമുട്ട് മീൻസ് അത് ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞാലേ ഇതിപ്പോൾ ഇന്നെടുത്ത വീഡിയോ ആയിരിക്കും, അതിപ്പോൾ അടുത്ത ആഴ്ച ജൂലൈയിലായാലും പോലും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ, നമ്മുടെ ബലിപെരുന്നാളിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് ഇപ്പോൾ ബലിപെരുന്നാളാണെങ്കിൽ അതിപ്പോൾ ബലിപെരുന്നാൾ കഴിഞ്ഞിട്ടായാലും 3-ാം പെരുന്നാളും 4-ാം പെരുന്നാളും 5-ാം പെരുന്നാളും കഴിഞ്ഞാൽ പോലും അത് ഞാൻ അപ്ലോഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതാകുമ്പോൾ എനിക്ക് കുഴപ്പമുണ്ടാവും. എനിക്ക് എഡിറ്റ് ചെയ്യാൻ മീൻസ് മ്യൂസിക് ഇടുക അത്രേ ഉള്ളൂ. പിന്നെ എഡിറ്റ് ചെയ്യുക മീൻസ് മറ്റേ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടാവുള്ളൂ. അത്രയ്ക്ക് വലിയ പണി ഉണ്ടാവില്ല. പക്ഷെ മറ്റാണെങ്കിൽ വോയിസ് ഓവർ കൊടുത്ത് ചിലതിനകത്ത് നമുക്ക് ദേഷ്യം വരും. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് വോയിസ് ഓവർ ഡയറക്റ്റായിട്ട് ഡബ് ചെയ്യുന്നത് കേട്ടോ. ലൈക്ക് ഡയറക്റ്റായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ എനിക്കിനി നിസ്കരിച്ചിട്ടില്ല കേട്ടോ. എനിക്കിനി നിസ്കരിക്കണം, കാരണം മടിയായിരിക്കുകയാണ്. ഇനിയിപ്പല്ല ബഹറസ്കാരല്ലേ, പെട്ടെന്ന് കഴിയും. ഞാൻ കുഞ്ഞു സുഹൃത്തുള്ളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി 2:30 ആകുമ്പോൾ വേണം വീടിനടുത്തുള്ള വീട്ടിലേക്ക് പോകാൻ. കാരണം എൻ്റെ നല്ല എൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, ഞങ്ങളുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഡ്രസ്സൊക്കെ വാടകയ്ക്കാണ് എടുത്തേക്കണം. അപ്പോൾ ആ ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള വീട്ടിൽ കൊടുക്കാനേ പറഞ്ഞേക്കണം. അപ്പോൾ അവർ കൊടുത്തു. അപ്പോൾ എനിക്ക് 2 ഡ്രസ്സുണ്ട്. അത് ഇതിൻ്റെയൊക്കെ ആണെന്ന് ഞാൻ പിന്നെ പറയാം. ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പറയാം. അത് പറയും ഒരു കോഴിക്കഴുതയാണ്, അതിൻ്റെ വീഡിയോ ഞാൻ വഴിയിടുന്നതായിരിക്കും. അതിലാരൊക്കെ ഉണ്ടായിരുന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, അതൊക്കെ സസ്പെൻസാണ്. ഓക്കെ, കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കുന്നതാണല്ലോ. അപ്പം അങ്ങനെ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടത്തിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് നിസ്കരിച്ചിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി കുട്ടന്മാരും കുട്ടികളൊക്കെ ആയിട്ട് ലൈക്ക് ഹെൽത്തി കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കും കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ കോവിഡ് വെച്ച ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ പോകണം കേട്ടോ.
ഇന്നത്തെ ഈ ഡ്രസ്സില്ലേ ഞങ്ങളുടെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമല്ല ഡ്രസ്സ് അത് കോസ്റ്റ്യൂം തന്നെ അത് കൊണ്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് വേറൊരു വീടുണ്ട്, അവിടേക്കാണ് ഞാൻ പോകുന്നത്. 2 കാറുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ എന്താ മാർഗങ്ങളുടെയും ഒരെണ്ണത്തിൽ കോഴിക്കറി ഡ്രസ്സാണ്. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം എന്നല്ല, വരാം. അതിന് മുൻപ് അവിടുത്തെ വീഡിയോ എടുക്കാം. ഉണ്ടല്ലോ, ഇതാണ് എന്താ എൻ്റെ വീടിൻ്റെ അടുത്തൊരു കടയുണ്ട്, അവിടുത്തെ കട വീട് ബഷീർക്ക് എന്ന് പറയും. കട വീടാണ്ട് അത്. ഈ കട ഞങ്ങൾ സാധനമൊക്കെ മേടിക്കുന്നത് ബഷീർക്കാട കടയിൽ നിന്നാണ്. അപ്പോൾ ഈ കട വീടിന് കാണുന്നത് കേട്ടോ. ബഷീർക്കാക്ക് 3 മക്കളുണ്ട്. അതിൽ 2 പേരെ കല്യാണം കഴിഞ്ഞ്, ഇപ്പോൾ 3ാമത്തെ മോനാണ്. മോൻ ഇപ്പോൾ ഗൾഫിലാട്ടോ. ഇനി പോകുന്നത് ഇവിടുന്ന് കുറച്ചുള്ളൂ. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോയ വീട്ടിലേക്കുള്ള വഴി ഈ റൂട്ട് തന്നെയാണ്. ഇവിടുന്ന് കുറച്ച് പോയാൽ മതി. അവിടേക്കാണ് നമ്മുടെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് കൊണ്ട് പോകേണ്ടത്. കൊണ്ട് കൊടുക്കേണ്ടത്. വീട് ഞാനിപ്പോൾ കാണിച്ചു തരാമേ. കുറേ പേരൊക്കെ ഇന്നത്തെ ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മാത്രമേ കൊണ്ട് കൊടുക്കാൻ. കുറേ പേരൊക്കെ ഇന്ന് മോർണിംഗ് രാവിലെ തന്നെ കൊണ്ട് കൊടുത്തു. രാവിലെ മീൻസ് ഒരു 9 മണിക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നൊന്നും എനിക്കറിയില്ല, ഞാൻ എക്സാമിന് നോക്കിയായിരുന്നു. ഇതാട്ടോ വീട്. ഇവിടേക്കാണ് നമ്മൾ ഡ്രസ്സ് കൊണ്ട് കൊടുക്കേണ്ടത്. ഇവിടെയാണ് ഞങ്ങൾ പ്രാക്ടീസിന് വന്നിരുന്നത്. എനിക്ക് ആ വീടിന് വീടിന് കുറേ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ചെറുതായിട്ട് ചപ്പനുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ടൈം എടുത്തിട്ടുണ്ട് വീഡിയോ. ലൈക്ക് ആൾക്കാർ ചോദിക്കും ചിന്ത ഭ്രാന്താണ് ഒറ്റയ്ക്ക് സംസാരിക്കാത്തതുകൊണ്ട് കേട്ടോ, അല്ലാതെ എടുക്കാനുള്ള മടി കൊണ്ടൊന്നല്ല. എന്താ ഡയറക്റ്റായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്കിതാണ് എളുപ്പം. പക്ഷേ ആൾക്കാർ ചോദിക്കും കൊടുക്കുന്ന ഭ്രാന്താണ് എന്നൊക്കെ ചോദിക്കൂലേ, അതുകൊണ്ടാണ്. സത്യം പറയില്ല, ഈ ഫോൺ എടുത്തേക്കണത് നമുക്കറിയില്ല. എൻ്റെ ഫോണല്ലത്. എൻ്റെ ഫോണിൽ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോണിലാണ് എടുത്തേക്കുന്നത്. പിന്നെ അവിടെ ഉള്ളൊരു കുട്ടിയുണ്ട്, അവിടെ ആയിത്താക്ക് 3 മക്കൾ വേണം. അതിൽ 3ാമത്തെ മോളെന്ന് തോന്നുന്നു എൻ്റെ ഇപ്പം 3ാമത്തെ മോള് എൻ്റെ ഇപ്പം പഠിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ മോഡൽ എൻ്റെ ഇപ്പം പഠിച്ചിട്ടുണ്ട്. സ്കൂളിലാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിലാണോ, സ്കൂളിലാണോന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലല്ല, മദ്രസയിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്, ഒരേ ക്ലാസ്സിൽ. അപ്പോൾ ആ ടൈമിലൊന്നും ഞാൻ അവിടെയായിട്ട് കമ്പനിയൊക്കെ ഉണ്ട്, വല്ലാണ്ടില്ല എന്നാലും ഉണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങൾ ബിഗ് ഫ്രണ്ട്സാണെന്നും പറയാം. ഫ്രണ്ടാണോന്ന് വെച്ചാൽ അതെ, ഫ്രണ്ടാണ്. പക്ഷെ ഞങ്ങൾ സ്കൂളിൽ ഞാൻ 5ലായിരിക്കുമ്പോൾ എത്രയിലായിരുന്നു കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, 6ലോ 7ലോ 8ലോ അങ്ങോട്ടാണ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയൊന്നുമില്ല.
ഇപ്പോൾ ഞാൻ ഡിഗ്രി തേർഡ് ഇയറിലേക്ക് അവള് അല്ല എനിക്കൊന്ന് തേർഡ് ഇയറിലായിട്ട് എനിക്കറിയില്ല കറക്റ്റായിട്ടൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്നെ പഠിക്കുന്നതൊന്നും അറിയില്ല തോന്നുന്നു അവൾ ബാംഗ്ലൂരാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ സാധനങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്ന് വെച്ച സമാധാനം എനിക്ക്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇടങ്ങാറാണ്. എന്തെങ്കിലും സാധനം മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ പോയല്ലോ. കൂടെയായാലും ആയിത്തറ വീട്ടിലൊക്കെ പോകാട്ടോ. ഞാൻ പിന്നെ എളുപ്പം വഴി നോക്കിയതാ. ഇവിടെ ഞാൻ പ്രാക്ടീസ് ആയിട്ടുണ്ട്. ഇവിടുത്തെ മിക്കയും ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ മുകളിൽ കാണുന്ന ശരിയില്ലേ അതിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കുങ്ങൾക്കാണ് വീട്. എനിക്കെന്തോ പേടിയുണ്ട് ഇങ്ങനെ ഡയറക്റ്റായിട്ട് വിളിച്ചോറ് കൊടുക്കുമ്പോൾ. പിന്നെ എന്ത് ചെയ്യും, ഞങ്ങളുടെ ബന്ധുവിൻ്റെ വീടുണ്ടത്, ഞങ്ങളുടെ റിലേറ്റീവും കൂടിയാണ് കുഞ്ഞുള്ളത്. ഈ തന്നെ നല്ല കമ്പനിയാണ്. കടയില്ലേ ഈ കട നടത്തുന്ന ഇക്കട വീട്ടിൽ കൂടെയാണ് നമ്മൾ ആയിട്ടാറ വീട്ടിലേക്ക് പോയത്. അതായത് ഞാൻ പറഞ്ഞ സീനത്താണ് ആയിട്ടാറ വീട്ടിലേക്ക്. ആയിക്കട വീടാണ്, ആയിക്കട അറിയണത്. ജബഹ എന്ന് പറയുന്ന കട നടത്തുന്ന ആയിക്കട വീട്. ഓക്കെ, ആയിക്കട കട, സോറി. വീട്ടിലുള്ള ബോഗൺവില്ലുണ്ടായിട്ടാണ് വേറെ വീട്ടിലുള്ളവർ ബോഗൺവില്ലയുടെ വീഡിയോ എടുക്കുന്ന പൊട്ടത്തിന്നെ ലോകത്തിൽ ഞാൻ മാത്രമല്ല എല്ലാവരും എടുക്കാറുണ്ട്. വേറെ കാര്യം ക്യൂട്ടല്ല ഇത്. ഞങ്ങളിലൊക്കെ ഇതിൻ്റെ റോസ് എങ്ങാണ്ടാന്ന് തോന്നുന്നുള്ളത്, എനിക്കറിയില്ല. ചോദിക്കണ്ടാവും ഞാനിപ്പോൾ ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ പോയില്ല. ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ എന്താ ഇത്ര നേരമെന്ന് ചോദിക്കണ്ടാവും. പക്ഷെ എനിക്കെല്ലാം അറിയില്ല ഞാൻ വീഡിയോ എടുക്കണമെന്ന്. നമുക്കറിയാം കേട്ടോ, വീഡിയോ എടുക്കുന്ന കാര്യം നമുക്കറിയാം. ബട്ട് ഉമ്മയുടെ ഫോണും കൊണ്ടുപോയ കാര്യം എനിക്കറിയില്ല. അത് പറയാം. എന്താ ചൂടല്ലേ. നൈറ്റ് ചെറിയ നേരത്തെ മോർണിംഗ് ഉണ്ടാവും, പിന്നെ രാത്രി ഉണ്ടാവും കേട്ടോ മഴ. പക്ഷെ ഇങ്ങനെന്തോ മഴ പെയ്യുന്നില്ല, എന്ത് ചൂട്. ഞാൻ തിരിക്കുന്ന ഈ ഡ്രസ്സില്ലേ, അത് ഈ ബനിയനില്ലേ, സോറി, അത് എൻ്റെ കക്കാടിയാണ്. ഗൈസ്, ഇതാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ശോഭന ചേച്ചി. ഈ ചേച്ചിയുടെ നാടകം ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. എൻ്റെ കയ്യിലില്ല. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഞാനത് എന്തായാലും ഇടാം. ഓക്കെ, ഈ ചേച്ചിയുടെ വീടാണ്. ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ കാണിക്കാം. ഓക്കെ, പിന്നെ ഈ ചേച്ചിയുടെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു പാട്ടൊക്കെ പാടുന്നതിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, എനിക്കറിയില്ല. അപ്പോൾ തീർച്ചയായും കണ്ടു നോക്കാം കേട്ടോ. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോളൂ. പറഞ്ഞോ. എൻ്റെ നാടകം അടിപൊളിയായിരുന്നു, എല്ലാവരും നല്ല അഭിനന്ദനങ്ങൾ പറഞ്ഞു. എന്നിട്ട് എൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? മിന്നുവിൻ്റെ കളി, കോൽക്കളി എല്ലാം അടിപൊളിയായിരുന്നു. ഒപ്പന, കോൽക്കളി എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഒരു കാര്യം, ഈ ചേച്ചി ഷൂട്ടിങ്ങിൻ്റെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ, സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. മെഹമൂസേനും പിന്നെ വേറെ എന്തില്ല RDX, അതിന് പിന്നെ വാഴയിലുണ്ടോ? വാഴയിലുണ്ടെന്ന് പറയുന്നത് എനിക്കറിയില്ല, കണ്ടിട്ടില്ല കേട്ടോ. വേറെ കാര്യം, പാട്ട് സീനില്ലേ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വാഴ 2-ലാണോ 1-ലാണോ? 1-ൽ അഭിനയിക്കുന്നുണ്ടെന്നാണ് പറയണത്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ തിയേറ്ററിൽ പോയിട്ടില്ല വാഴ 1-ന്. ഞാൻ ടെലിഗ്രാമിലോ മറ്റോ കണ്ടത്, ഞാൻ കണ്ടിട്ടില്ല. പാട്ട് സീനി. ഇതാണ് ശോഭന ചേച്ചി. ഇനി ഏതാണ് ശോഭന ചേച്ചി എന്ന് ചോദിക്കണ്ട, ഇതാണ് ശോഭന ചേച്ചി. പിന്നെ ചേച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ചേച്ചി നല്ലൊരു നായികയാണ്, എൻ്റെ ഗായികയാണ്. പിന്നെ പറയാനുള്ളത് പിന്നെന്തുറ്റാ, ഈ ചേച്ചിക്ക് എത്ര മക്കളുണ്ട്? 2 പെണ്ണും ഒരാണും ഉണ്ട്. 3 പേരെ കല്യാണം കഴിഞ്ഞാൽ കേട്ടോ, പേരക്കിടാങ്ങളും ഉണ്ട്.
വേരക്കിടാങ്ങൾ സിനിമയിലുണ്ട് അഭിനയിക്കുന്നുണ്ട്. പാട്ട് അങ്ങ് പഠിക്കോ പഠിക്കോ ആ പഠിക്കോ പൂങ്കോഴി കൂവിയപ്പോൾ പുതുമണവാളനുറങ്ങിയപ്പോൾ കണ്ണോട് കണ്ണും നോക്കി ചിരിച്ചും കൊണ്ടിരിപ്പായി വെണ്ണിലെ പൂത്തിങ്കളും ഞാനും മാത്രം. പിറ്റന്ന കാലത്തെൻ്റെ മെത്തയിൽ പുരണ്ടൊരു പിച്ചക മലർമണമായും മുമ്പേ മോതിരക്കൈ പിടിച്ചു മാറത്തണച്ചുമ്പോൾ പാതിരാ പുള്ളുപോലെ പറന്നു മാരൻ. പുലരാറായപ്പോൾ പൂങ്കോഴി കൂവിയപ്പോൾ പുതുമണവാളനുറങ്ങിയപ്പോൾ ചന്ദന കൂടത്തുന്നാൾ വന്നെത്തുമെന്നോണം എന്തെല്ലാം ഒരുക്കി വെച്ചു. കസ്തൂരിക്കളിപ്പാക്കും തത്തവാലൻ വെറ്റിലയും പിറ്റന്നൻ കണ്ണുനീര് കുതിർന്നു പോയി. അപ്പോൾ പാട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് കമൻ്റ് അറിയിക്കാൻ മറക്കണ്ട. അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. ഈ ചേച്ചിയൊരു ഗായികയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് അപ്പം ഒന്ന് കമൻറ്റിൽ അറിയിക്കട്ടോ. ചേച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുക്കാനുണ്ട്. പക്ഷേ ഈ ചേച്ചിയുടെ ടച്ച് ഫോണല്ല, സാധാ ഫോൺ അല്ലേ, കുഞ്ഞു ഫോണാണ്. നാടകം അടിപൊളിയായിരുന്നു. അടിപൊളി ഒന്നാണ് നമ്മൾ. കറക്റ്റ്. പിന്നെ ഈ ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ചേച്ചി ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏത് ബാങ്ക്? റൂറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആർക്കെങ്കിലും കാണണമെങ്കിൽ റൂറൽ ബാങ്കിൽ ചെന്നാൽ മതി. ചേച്ചിനെ കാണാൻ പറ്റും. മോർണിംഗ് രാവിലെ മുതൽ ഉച്ച വരെ ഉണ്ടാവുള്ളൂ. ആ ഒരു ടൈം വരെ ഉള്ളൂ ഈ ചേച്ചിക്ക് ഡ്യൂട്ടി അല്ലേ. അതെ. പിന്നെ എൻ്റെ ഉണ്ണിനെ ഈ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. കുഞ്ഞു വാവ ശരി മോട്. അപ്പം ശരി, കാണാം. എൻ്റെ അടുത്തായിട്ട് പറ. അപ്പം നമുക്ക് പോയിട്ട് കാണാം. പിന്നെ ചേച്ചി വീഡിയോ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ആ വീടിൻ്റെ പുറം ഭാഗം കാണിച്ചു തരാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഫോൺ എടുത്ത് വന്നത് ഉമ്മയ്ക്ക് അറിയില്ല. അപ്പോൾ ഉമ്മ ഫോൺ അന്വേഷിക്കുമ്പോൾ ഞാൻ എടുത്തില്ലെന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും പറയും. അപ്പം എൻ്റെ സ്ഥിതി സത്യം എന്തോ വീട് അടക്കല ടാഗ് ഏതോ വീട്ടിട്ട ഇത് ശബ്ദം കേട്ടത്. പാട്ടോടിയ ചേച്ചിയില്ലേ, ആ ചേച്ചിയുടെ വീട് കേട്ടത്. ആദ്യം ഈ ചേച്ചിയുടെ വീട് ഓടും വീടായിരുന്നു. ഇപ്പോൾ കുറച്ച് പണി സെറ്റാക്കുന്നുണ്ട്. ഇവിടുത്തെ ചേട്ടൻ ഓട്ടോസ് ഓടിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഓട്ടോ ആണ് കേട്ടോ ഗൈസ് ഇത്. അപ്പം ഇതാണ് നമ്മുടെ ചെപ്പു ചേച്ചിയുടെ വീട്. കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു ചേച്ചിക്ക്. അപ്പോൾ ഗൈസ് ഈ ചേച്ചിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ വീട് ചെറിയ. ഈ ചേച്ചിയുടെ വീട് ഓടും വീടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഈ ഒരു എന്താ പറയുക വാർക്ക വീടാക്കിയത്. അപ്പോൾ ഈ ചേച്ചിക്ക് ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഇങ്ങനെ ഒന്ന് പണിഞ്ഞ് കാണാൻ. അതുപോലെ തന്നെ ആ ചേച്ചിയുടെ ആഗ്രഹം സാധിക്കുകയും ചെയ്തു. വീട് ഉൾവശമൊക്കെ അടിപൊളിയാണ്. കാരണം ഞാൻ ഉൾവശം കാണിച്ചു തന്നേനെ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എൻ്റെ ഉമ്മയുടെ ഫോൺ കാണാണ്ട് ഈ ഫോണ് എൻ്റെ ഉമ്മ കാണാണ്ടാണ് ഞാൻ നൈസായിട്ട് കൊണ്ടുവന്നേക്കണത്. അപ്പോൾ ഇനി ഇതെൻ്റെ ഉമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇത് കിട്ടും. ചാർജാണെങ്കിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചാർജിൽ നിന്ന് ഊരിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഈ ചേച്ചി വീട് കണ്ടില്ലെന്ന് പറയണ്ട, ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലത്തെ ബോഗൺവില്ല. ഇത് റോസ കളറ്. മറ്റേത് എനിക്ക് തോന്നുന്നു ഒരു റെഡിലാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അതിൻ്റെ കളറ്.
ബാങ്ക് സത്യം ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞാനിതാ നിസ്കരിച്ച് ഉമ്മക്ക് കടയിൽ പോയി കൊടുക്കാനുണ്ടായിരുന്നു. കടയിലേക്ക് പോയി. വീടിൻ്റെ അടുത്തുള്ള വീട്ടിലേക്ക്, അതായത് എൻ്റെ വാപ്പാടെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോയി. പിന്നെ ഉന്നെ കളിപ്പിച്ച് ഇവിടെ ഇരിക്കണം. പിന്നെ അവിടെ ഉമ്മ നല്ല പണിയിലാണ് കിച്ചണിൽ. ജാക്ക് ഫ്രൂട്ട് മറ്റേ വറുക്കണം, വീട്ടിലുണ്ടായിരുന്ന ചക്ക വറുക്കാണ്. എനിക്ക് ചക്കനോട് ഇഷ്ടമാണെന്ന് വെച്ചാൽ ചക്കനോട് ഇഷ്ടമാണ്, പക്ഷെ പഴുത്ത ചക്കനെക്കാട്ടി കൂടുതൽ ഇഷ്ടം പഴച്ചക്ക, വറുത്ത ചക്ക, പച്ചച്ചക്ക ഒക്കെ ഇഷ്ടമാണ്. പിന്നെ ചക്കക്കുരു ഇഷ്ടമാണ് കേട്ടോ. ചക്കക്കുരു പുഴുങ്ങിയതും അതുപോലെ തന്നെ ചക്കക്കുരു വറുത്ത ചക്കക്കുരുണ്ട്, അതും ഇഷ്ടമാണ്. പുഴുങ്ങിയതും ഇഷ്ടമാണ്. പിന്നെന്താ, ചക്കക്കുരു കൂട്ടാതെ ഇട്ട് കഴിഞ്ഞാലും അതും ഇഷ്ടമാണ്. മറ്റേ ചക്ക കൂട്ടാനില്ല അതിൻ്റെ എപ്പോഴും ഇടുന്നതും ഇഷ്ടമാണ്. ഒലത്തിയതും ഇഷ്ടമാണ്. പിന്നെ എന്താ മീൻ കൂട്ടാത്തിലൊക്കെ ഇടൂലേ, അതും ഇഷ്ടമാണ്. പിന്നെ ചക്ക ഇഷ്ടമാണ്. ചക്ക ഒലത്തിയതും ചക്ക കൂട്ടാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എനിക്ക് പുളി, മധുരം ഒക്കെ ഇഷ്ടമാണ്. ഉദാഹരണമാണെങ്കിൽ ചാമ്പക്ക, മാങ്ങ, നെല്ലിക്കപ്പുളി, ഇരുമ്പാമ്പുളിക്ക് ഇഷ്ടമല്ല. കുടംപുളി, കുടപ്പുളി എന്നൊക്കെ പറയും. നെല്ലിക്കപ്പുളി, പിന്നെ ജാതിക്ക ഇഷ്ടമല്ല. അങ്ങനത്തെ പുളിയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. മാങ്ങ ഇഷ്ടമാണ്. മാങ്ങ ഉപ്പിലിട്ടത് എൻ്റെ മോനെ ഇപ്പം തലവായത് കപ്പിലോടുന്നു. പിന്നെ മാങ്ങ ഉപ്പിലിട്ടുകൊണ്ട് മുഴുവനായിട്ട് ഉപ്പിലിട്ടിട്ട് നമ്മൾ അതുകൊണ്ട് ചമ്മന്തി ഇറക്കൂലേ, അതും ഇഷ്ടമാണ് കേട്ടോ. ഒരു ദിവസം അത് ഉപ്പിലിട്ട മാങ്ങ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി തന്നു. അതിൻ്റെ ആ ഒരു മാങ്ങണ്ടി ഇല്ലേ, അത് ശരിക്കും എന്താ പറയുക, ചപ്പി കഴിക്കണം, അത്രയ്ക്ക് നല്ല ഇഷ്ടമാണ്. അതിൻ്റെ എന്താ പറയുക, ഉപ്പും അങ്ങനത്തെ ഒക്കെ ഒരു ഉപ്പ് മീൻസ് മറ്റേ ഉപ്പിലിട്ടല്ലേ ഇട്ട, അപ്പം അതുകൊണ്ട് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചോറി കൂട്ടി കുഴച്ചിനുമ്പോഴത്തെ അതിൻ്റെ മോനെ എനിക്കിപ്പം തന്നെ മാങ്ങ ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട മാങ്ങില്ല, അതുകൊണ്ട് ചമ്മന്തി വെച്ചിട്ട് ചോറ് കൊണ്ടിരുന്നൊക്കെ തീരുക. പക്ഷേ എനിക്ക് വേണ്ട. ഇപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്. 6 മണി കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കോളേജിൽ പോയപ്പോൾ മെയിൽ കഴുകിയിരുന്നു. ഞാൻ കോളേജിൽ പോകുമ്പോൾ കുളിക്കൂല, ലൈക്ക് മെയിൽ കഴുകുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുളിച്ചാൽ അത് പിന്നെ പനീൻ്റെ അവസാനിക്കുള്ളൂ. ലൈക്ക് എനിക്ക് രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ തുമ്മി ലാസ്റ്റ് ഒരു വിധാവും. അപ്പം അതുകൊണ്ട് ഞാൻ അത് പിന്നെ പനിയിലേ അവസാനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ രാവിലെ കുളിച്ചിട്ടില്ല, മെയിൽ കഴുകിയിട്ടുണ്ട്, കുളിച്ചിട്ടില്ല. ഇനിയിപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ ഞാൻ കുളിക്കും. പിന്നെ ഈ ബനിയൻ ഇതെൻ്റെ അല്ല കേട്ടോ, ഇതെൻ്റെ കടയാണ്. കാക്ക ഗൾഫിൽ പോകുമ്പോൾ അതിന് മുൻപേ ഞാൻ പറയും ഈ ബനിയൻ എനിക്ക് വേണം, വീട്ടിലിടാൻ എനിക്ക് വേണം എന്ന് പറയും. അപ്പോൾ തരാമെന്നൊക്കെ പറയും. ആദ്യത്തെ എടുത്തില്ലെന്ന് പറയും, പിന്നെ പറയും എടുത്തോന്ന് പറയും. കാരണം എനിക്ക് വീട്ടിലിടാൻ, വീട്ടിൽ മീൻസ് പുറത്തൊക്കെ പോകില്ലേ, ആ ടൈമിൽ പുറത്ത് മീൻസ് നൈബറിൻ്റെ ഒക്കെ വീട്ടിൽ പോകില്ലേ, അപ്പോൾ പിന്നെ മുറ്റത്തൊക്കെ വെറുതെ നടക്കുമല്ലോ. അപ്പോൾ ആ ടൈമിലേക്ക് ഫുൾ കൈ വേണമെന്നല്ല, ഫുൾ കൈ ഡ്രസ്സ് ഇടുള്ളൂ. പിന്നെ മീലെടുക്കുക അല്ലെങ്കിൽ കുളിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിടക്കുന്ന ടൈമിൽ നമ്മൾ കിടക്കുമല്ലോ, ആ ടൈമിൽ ഞാൻ ഇത്രക്കുള്ള കൈ ഇടും. അതാ ഇഷ്ടം. കിടക്കുന്ന ടൈമിൽ മാത്രം, വേറെ ടൈമിലൊക്കെ ഫുൾ കൈ ഇടും. അപ്പോൾ പുറത്തു പോകണമെങ്കിൽ പുറത്തു പോകണമെങ്കിൽ ഫുൾ കൈ വേണം.
എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫുൾ കൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഡ്രസ്സിനോടാണ് കൂടുതൽ താല്പര്യം. പിന്നെ കയ്യില്ലാത്ത ഡ്രസ്സിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ചെറുപ്പത്തിൽ ഉള്ളൂ, ഇപ്പില്ല. ഇപ്പം എനിക്കത് ഇഷ്ടമല്ല. ഇപ്പം പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഇടാറില്ല, ഇനി ഇടയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്താ നല്ല പക്ഷികളിലൊക്കെ സൗണ്ട് ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ ബാൽക്കണി, അതായത് മുകളിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താ കിളിയുടെ ഒക്കെ ശബ്ദം കേൾക്കാൻ നല്ലൊരു സുഖമാണ്. അതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കട്ടൻ ചായ കൊടുക്കൂല, നല്ലൊരു സുഖമാണ് കേട്ടോ. കാറ്റും പക്ഷികളുടെ ഒച്ചയൊക്കെ കേട്ട് ചായയും എന്തെങ്കിലും സ്നാക്സും കൂട്ടി കഴിച്ചാൽ തോന്നി. അങ്ങനെ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്താ പാസ്സാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതല്ല എനിക്ക് മോർണിംഗ് വീഡിയോ എടുത്തപ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു ടൈം അങ്ങനെയായിരുന്നു. കാരണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് കോളേജിലെത്തിയപ്പോൾ എക്സാം ഹാളിലെത്തിയപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആണ് ഞാൻ എന്ത് ചെയ്തത്, അത് ഒന്ന് സംസാരിക്കാൻ. ഞാൻ ഇവിടെ എക്സാം ഹാളിലെത്തിയപ്പോൾ ഒരു 9:43 ആയിട്ടുണ്ട്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു കാലാശക്കൂട്ട് കഴിഞ്ഞു. ഐ മീൻ എക്സാം അങ്ങോട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കാത്തിരിക്കുന്ന റിസൾട്ട് അറിയുന്ന ടൈമിൽ നമുക്കെല്ലാം എല്ലാ പിള്ളേർക്കും 10ാം ക്ലാസ്സിലായ പിള്ളേർക്ക് പ്രത്യേകിച്ച്, പ്ലസ് ടുവിലാണ് കൂടുതലും. പ്ലസ് ടുവിലത്തെ പിള്ളേർക്കൊക്കെ ശരിക്കും പേടിയുള്ള ടൈമാണ്. ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിലത്തെ പിള്ളേർക്കൊക്കെ ഒരു പേടിയാണ്. എനിക്ക് കാണാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ചില പിള്ളേരുണ്ട് ഉഴപ്പുന്നത്, ചില പിള്ളേർ കേട്ടോ. എല്ലാത്ത പിള്ളേർക്ക് നന്നായിട്ട് പഠിക്കുന്നവരും ഉണ്ട്. എല്ലാത്ത പിള്ളേരും ഇല്ല, എല്ലാവരും പഠിക്കുന്നവരാണ്. എല്ലാ കുട്ടികളും പഠിക്കുന്നവരാണ്. വല്ലാത്ത പിള്ളേരും ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ആ ടൈമിൽ നമ്മൾ പഠിക്കാണ്ട് ഉഴപ്പിന് നടക്കും. എന്നിട്ട് എക്സാം ഒക്കെ എഴുതി റിസൾട്ട് വരുന്ന ടൈമിൽ എല്ലാവർക്കും ഉള്ളൊരു ഇതാണ് പേടി, ഭയം. അതിപ്പോൾ എനിക്കും ഉണ്ട്. ആ ടൈമിൽ എക്സാം റിസൾട്ട് വരുന്ന ടൈമിൽ ഫുഡ് കഴിക്കും, പക്ഷെ ഉള്ളിൽ നല്ല ടെൻഷനായിരിക്കും. അത് നമ്മൾ എങ്ങുമില്ലാത്ത റിസൾട്ട് അറിയാൻ കുറച്ച് മുൻപൊക്കെ നമ്മൾ നല്ല നിസ്കാരമൊക്കെ കഴിക്കും, നല്ല ഇബാദത്തുള്ള പൊതുവെ എല്ലാ പിള്ളേരും നിസ്കരിക്കുന്നവരാണ്. എല്ലാ പിള്ളേരും ഇബാദത്തൊക്കെ ചെയ്യുന്നവരാണ്, എനിക്കറിയാം. നന്നായിട്ട് നിസ്കരിക്കുക, ഖുർആൻ ഓതുക, അങ്ങനത്തെ പിള്ളേർക്ക് എനിക്കറിയാം. എല്ലാവരും ഉണ്ടാവും. അല്ലാത്ത പിള്ളേരൊക്കെ എന്താ പറയുക, എക്സാമിൻ്റെ ടൈമിലൊക്കെ നല്ല പേടിയായിരിക്കും. റിസൾട്ട് അറിയാവുന്ന ദിവസം എനിക്കനുഭവം ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലസ് ടുവിലായിക്കോട്ടെ 10th ആയിക്കോട്ടെ, ഫുഡ് കുടിക്കുമ്പോൾ മര്യാദ കഴിക്കാൻ തോന്നൂല. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല പേടി റിസൾട്ട് അറിയണ വരെ നമുക്ക് നല്ല പേടിയായിരിക്കും. റിസൾട്ട് അറിഞ്ഞ് പാസ്സായി എന്നുള്ളൊരു ഇത് കണ്ട അൽഹംദുലില്ലാഹ് നമ്മൾ നല്ല ശ്വാസം ഇങ്ങോട്ട് വീടുള്ളൂ. അതിപ്പോൾ എല്ലാ പിള്ളേർക്കും അങ്ങനെ തോന്നുന്നു, എനിക്കങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ എന്തോ പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ എല്ലാ പിള്ളേരെയും എക്സാമൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ എൻജോയ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ എൻജോയ് ചെയ്യുമ്പോൾ ഇപ്പോൾ ട്രിപ്പൊക്കെ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ടൈം പിള്ളേരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ എല്ലാവരും സേഫായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. കാരണം ഒന്നാമത് മഴയുണ്ട്. രാത്രി ചില ടൈമിൽ മഴ പെയ്യും, ചില ടൈമിൽ മഴ പെയ്യില്ല. അപ്പോൾ മിന്നർസിലുണ്ടാവും ചില നേരത്തൊക്കെ. അപ്പോൾ ആ ടൈമിൽ ഡേഞ്ചറാണ്. അപ്പോൾ നിങ്ങൾ ജൂണിലെന്തായാലും മഴ വരുമല്ലോ. പിന്നെ അല്ലാത്ത ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില ടൈമിലൊക്കെ മഴയും പെയ്യും, ഇടിമിന്നലും ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ സേഫായിട്ട് ഇരിക്കുക. പിന്നെ ഇപ്പോൾ വഴുക്കൽ സ്ഥലമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അതിരപ്പള്ളി, വാഴച്ചാൽ,
പിന്നെ ബീച്ച് അവിടെയൊക്കെ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക, എന്താ വഴുക്കാണ്ടും. പിന്നെ ബീച്ചിൽ പോയി കഴിഞ്ഞാലുള്ള എല്ലാവരുടെ ഒരു സ്വഭാവമാണ് നമ്മുടെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നത്. നല്ലതാണ്, എൻജോയ് ചെയ്യണം, പക്ഷെ അധികം ഇങ്ങോട്ട് ഇറങ്ങി പോകരുത്. കാരണം തിരമാല എപ്പോഴാണ് വന്ന് നമ്മൾ പറയാൻ പറ്റില്ല, എപ്പോഴാണ് അപകടം ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. നാളെ ആരുണ്ടാവില്ല നമുക്ക് പോലും അറിയില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും സേഫായിട്ട് ഇരിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിക്കുക നമ്മുടെ ഈ വെക്കേഷൻ. ഓക്കെ, എനിക്ക് മര്യാദക്ക് വെക്കേഷനൊന്നും കിട്ടിയിട്ടില്ല. ഇന്റേൺഷിപ്പിൽ അങ്ങോട്ട് പോയി, പിന്നെ എക്സാം വന്ന് അത് കൊണ്ടുപോയി ഞങ്ങളുടെ വെക്കേഷൻ. പിന്നെ എനിക്ക് 10 ദിവസം കണ്ടുണ്ട്. അത് കഴിഞ്ഞാൽ പെരുന്നാൾ, അതിൻ്റെ ഇടയിൽ പെരുന്നാൾ വന്നിട്ടുണ്ട്. പിന്നെന്താ, അത് കഴിഞ്ഞാൽ പിന്നെ ജൂൺ 1 ക്ലാസ് തുടങ്ങും, പിന്നെ ക്ലാസ്സിൽ പോകണം. പിന്നെ ഞാൻ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തു. ഇപ്പം ഇവന്നെ വെള്ളിയാഴ്ച താത്ത വരും. ഒരു പെരുന്നാൾ ഹാപ്പിയാണ്, കാരണം ഒരു നോമ്പെടുത്താൽ പോയി. നോമ്പെടുക്കണോണ്ടല്ല, നല്ലോണം ക്ഷീണിക്കും ക്ഷീണം നല്ലതാണ്, അത് വേറെ കാര്യം. ഞാൻ ഈ എടുക്കുന്ന വോയിസ് ഓവറിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇവിടുന്ന് പോകും, കാരണം ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. അധികം നേരം നിൽക്കുന്നത് ഇവിടെ ശരിയല്ല, കാരണം ഇരുട്ടൊക്കെ എനിക്ക് പേടിയാണ്. രാത്രിനോട് അത്രയ്ക്ക് പേടിയില്ലെങ്കിൽ പോലും പേടിയുണ്ട്. അതുകൊണ്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ പോകും. ഞാൻ വേണമെങ്കിൽ ബാൽക്കണിയിലത്തെ വ്യൂസ് മീൻസ് എന്താ പറയുക, കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, അമ്പലത്തിലത്തെ പാട്ടാണ് തോന്നുന്നുണ്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ ഉമ്മയുടെ പണ്ടത്തെ അങ്ങോട്ട് ഫോണാണ് കേട്ടോ. മിസ്സിരി മോൾക്ക് കളിക്കാൻ വേണ്ടി കൊടുത്തതാ, കേടായതാ, അതുകൊണ്ട് അവൾക്ക് കളിക്കാൻ വേണ്ടി കൊടുത്തതാ. ഉണ്ണീനെ ഇടയ്ക്കിട്ട് ഇവിടെ കുറുക്കൊക്കെ കൊടുക്കുമ്പോൾ കാഴ്ച കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പം ആ ടൈമിൽ അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാ തോന്നുന്നു ഫോണ്, ഇവിടെ വെച്ചിട്ട് മറന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഫോണിൽ ഇരുന്നായിരുന്നു, ഈ ഭാഗത്തായിട്ടായിരുന്നു ഇരുന്നായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ലെനോവോ. ഇപ്പോൾ ഉമ്മയുടെ ഫോൺ ഓപ്പോ. ഇത്തത്താടെ ഉമ്മയുടെയും ഓപ്പോ ആണ്. എൻ്റെ റിയൽമി, ബാബിയുടെയും ഓപ്പോ, വാപ്പിയുടെയും ഓപ്പോ. എൻ്റെ മാത്രം റിയൽമി. കക്കാടെ റെഡ്മി ആണ്ടണം. ആ പാട്ട് പാടിയ ശോഭന ചേച്ചി പറഞ്ഞല്ലോ, ഞാൻ വാഴ 1 അഭിനയിച്ചിട്ടുണ്ടെന്നും. ഞാൻ ആ ചേച്ചിനെ കണ്ടില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. ആ സിനിമയിൽ സിനിമ കണ്ടിട്ടില്ല എന്നല്ല, ആ സിനിമയിൽ ആ ചേച്ചിനെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. സിനിമ കണ്ടിട്ടുണ്ട്, വാഴ 1 സിനിമ കണ്ടിട്ടുണ്ട്, ടെലിഗ്രാമിൽ മറ്റോ. ഞാനെപ്പോഴൊന്നും ഇവിടേക്ക് വരാറില്ല കേട്ടോ, ഈ ബാൽക്കണിക്ക്. ഞാനെപ്പോഴൊന്നും ഈ ബാൽക്കണിക്ക് വരാറില്ല കേട്ടോ. എനിക്കിപ്പോൾ എന്തോ വരാൻ തോന്നി, വന്നു. പിന്നെ ഞങ്ങളൊക്കെ നീ കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് വെച്ചു, അതുകൊണ്ട് അങ്ങനത്തെ ഞാൻ അവിടെ വന്നതാണ്. ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ പാട്ട് വെച്ചായിരിക്കും ഇടാം. പിന്നെ ഓരോ പാട്ട് അങ്ങനെ ആയിരിക്കില്ല, ഓരോന്നായിട്ടായിരിക്കില്ല അപ്ലോഡ് ചെയ്യുന്നത്. ഒരു വീഡിയോ അതിൻ്റെ ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ
ആ വീഡിയോയിൽ ആദ്യം എടുത്ത ഇൻട്രോ ഉള്ള വീഡിയോയിൽ കുറച്ച് വീഡിയോ പിടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോയിൽ ആണെങ്കിലത്തെ കുറച്ച് ക്ലിപ്പുകളേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇതിലേക്കും പാർട്ട് 1ഉം പാർട്ട് 2ഉം ഒക്കെ. ഓക്കെ, ഞങ്ങളുടെ വീടിന് ആദ്യം ഒരു ചേച്ചി പാട്ട് പാടിയില്ലേ, ആ ചേച്ചിയുടെ വീടാണ് ആദ്യം, ശോഭന ചേച്ചി കണ്ടിട്ടുള്ള. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വീട് കേട്ടോ. ഞങ്ങളുടേത് ഹൗസ് നമ്പർ 24, സ്വരുമ റെസിഡൻസിലത്തെ ഹൗസ് നമ്പർ 24. 25. ബാങ്ക് കൊടുത്തു. നമുക്ക് നിസ്കരിക്കാനുള്ള സമയമായിട്ടുണ്ട്. നിസ്കരിക്കണം, ഓതണം. ഈ വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ മാക്സിമം നോക്കാം. ഓക്കെ, എഡിറ്റ് ചെയ്യാനായിട്ടേ ഉമ്മയുടെ ഫോണല്ലേ, അപ്പോൾ ഉമ്മയുടെ ഫോണിലല്ലേ ഉള്ളൂ. എൻ്റെ അക്കൗണ്ട് ഉമ്മയുടെ ഫോണിലാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫോണിൽ എഡിറ്റ് ചെയ്തുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉമ്മയുടെ ഫോണിലാണ് എഡിറ്റ് ചെയ്യുക. എൻ്റെ അക്കൗണ്ട് അതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിലുള്ളത് കൊണ്ട് അത് എഡിറ്റ് ചെയ്യാം. ഇതിലാണ് എഡിറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കട്ടെ. ഇത് ഒരു 9 മണി 10 മണിക്കുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ നല്ല ചൂട് കട്ടൻ ചായയും അതുപോലെ തന്നെ ചക്ക വറുത്തതും കഴിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല എന്താ പറയുക ക്ഷീണമുണ്ട്. എനിക്കാണെങ്കിൽ നല്ല എന്താ പറയുക ക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊന്ന് ഉറക്കം പോട്ടെ എന്ന് വെച്ചിട്ടാ കട്ടൻ ചായയും ചക്ക വറുത്തതും കഴിക്കുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഒരു ചേച്ചി പാട്ട് പാടിയില്ലേ, ആ ചേച്ചിയെ കുറിച്ച് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നല്ലത് പറഞ്ഞല്ലോ. അത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല, പിന്നെ എന്താ പറയുക പുകഴ്ത്തി പറഞ്ഞതൊന്നുമല്ല കേട്ടോ. ഞാനുള്ളത് പറഞ്ഞതാ. ഞാൻ സത്യം പോലെ പറയും. ലൈക്ക് ഞാൻ ആരെ മുഖത്ത് നോക്കിയിട്ടും അവരെ വിഷമിപ്പിക്കരുതല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയൂല. ഞാൻ ഉള്ളത് പോലെ പറയും. അതാണ് ഞാൻ പറഞ്ഞത്. ആ ചേച്ചി സിനിമയിലൊക്കെ അഭിനയിക്കുന്ന പറഞ്ഞ കാര്യമായിട്ട് പറഞ്ഞതാണ്. ഞാൻ RDXലെ ചേച്ചിനെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ വീഡിയോ ഇനി ചില നേരത്ത് ഇവിടം വരെ ഓക്കെ. ഞാനൊരു 9:30 ആകുമ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. കാരണം വേറൊന്നുകൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫോണല്ലത് ഉമ്മയുടെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഉമ്മയുടെ ഫോണ് 10 മണി വരെ എനിക്ക് കിട്ടൂല. 9 വരെ ഓക്കെ. അത് കഴിഞ്ഞാൽ ഉമ്മയ്ക്ക് ഫോൺ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് എഡിറ്റ് ചെയ്തിട്ട് ഇന്നലെ അപ്ലോഡ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ചായ കുടിക്കട്ടെ. നല്ല ഉറക്കക്ഷീണമുണ്ട്. ഈ കപ്പില്ലേ, ഈ കപ്പ് എൻ്റെതല്ല, വാപ്പിൻ്റെയാണ്. വാപ്പിക്ക് ബർത്ത്ഡേക്ക് ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതെവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വൈമാടിയിൽ വാങ്ങിച്ചാണ്. ഓഫർ ഉണ്ടായിരുന്നപ്പോൾ വാങ്ങിച്ചാണ്. ഓഫർ ഉണ്ടായതുകൊണ്ട് വാങ്ങിച്ചാട്ടോ. എനിക്ക് ഇതിൻ്റെ എന്താ കളറും ഇതിൻ്റെ ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഇതിൽ കൊടുക്കുന്നതുകൊണ്ടല്ല, ഈ കപ്പിൽ കുടിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് കുടിക്കുന്ന ചക്കര കഴിച്ചോട്ടെ. ഇനി മുൻപ് നിങ്ങൾ കഴിച്ചോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂസിനൊക്കെ കഴിച്ചോ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും കേട്ടോ, കഴിച്ചോളൂ. ഞാൻ കഴിക്കട്ടെ. മോർണിംഗ് ഞാൻ വീഡിയോ എടുത്തില്ലേ, അപ്പോൾ ആ ടൈമിൽ എൻ്റെ പല്ലുമ്മ സർജനൊന്നും കഴിയില്ല. റബ്ബർ ബാൻഡ് പോലത്തെ ഉണ്ടായിരുന്നു. അത് ഇനി എനിക്ക് അടുത്ത മാസം വരെ ആയിരുന്നു. അത് തീർന്ന് ഞാൻ വീണ്ടും പോകണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് നമ്മളെ അതെടുക്കുള്ളൂ, ഞാൻ കമ്പി എടുക്കുള്ളൂ. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് കാണാം. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുള്ളൂ കേട്ടോ ഇനി. ഓക്കെ, അപ്പോൾ ഗൈസ്, എൻ്റെ വാപ്പ പുറത്ത് പോയി വന്നപ്പോൾ വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അത് പൂളി കഴിക്കുകയാണ്. സോ ഇതിന് ചെറുതായിട്ടൊരു പുളി ഉണ്ടായിരുന്നു. എനിക്ക് വലിയ പുളിയൊന്നും ഇഷ്ടമല്ല, ചെറുതായിട്ടുള്ള പുളിയൊക്കെ ഓക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിന് ചെറുതായിട്ടൊരു പുളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോയിൽ എന്താ കോളേജിൽ പോകുമ്പോൾ കുളിക്കൂല എന്നല്ല, ഞാൻ മേല് കഴുകും, തല മാത്രം കുളിക്കൂല. കാരണം തല കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ തുമ്മി അത് ലാസ്റ്റ് പനിയിലേ അവസാനിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തല കുളിക്കൂല, മേല് മാത്രം കഴുകി പോകും. സാധാരണ ഫുഡ് കഴിച്ചിട്ടാണ് മധുരം എന്തെങ്കിലും കഴിക്കേണ്ടത്. പക്ഷേ അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഈ ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടും മുൻപ് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഉണ്ടാക്കിയ സേമിയ പായസം വീട്ടിൽ പാലും അതുപോലെ തന്നെ സേമിയം വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയ കേട്ടോ പായസം. സ്പെഷ്യൽ ഡേ ഒന്നായിട്ടല്ല, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇന്ന് സേമിയം വെറുതെ ഇരിക്കാണ്ടപ്പം ഉണ്ടാക്കിയാണ്. എനിക്ക് പായസത്തിൽ കൂടുതൽ ഇഷ്ടം സേമിയ പായസമാണ്. ഗോതമ്പിൻ്റെ പായസം എനിക്ക് അത്ര ഇഷ്ടമല്ല, പാലടയും എനിക്ക് അത്ര ഇഷ്ടമല്ല എന്നല്ല, ഇഷ്ടമാണ്, വല്ലാണ്ടില്ല, കുടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം സേമിയ പായസത്തിനോടാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ആ ഇൻട്രോയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഒന്നാമത് എൻ്റെ കയ്യിൽ മൈക്കില്ല. മൈക്ക് മീൻസ് മറ്റേ ഡ്രസ്സുമ്മ ഫിറ്റ് ചെയ്യണ മൈക്കില്ലേ, അതില്ല. അത് ഇൻഷാല്ലാ നമുക്ക് മേടിക്കാം. നമ്മുടെ കയ്യിൽ പൈസ ഒക്കെ ആവുന്നുണ്ട്, മേടിക്കാം. നമ്മുടെ ചാനലൊക്കെ ഒന്ന് മെച്ചപ്പെടട്ടെ, എന്നിട്ട് നമുക്ക് മേടിക്കാം ഇൻഷാല്ലാ. അതുകൊണ്ടാണ്. പിന്നെ എന്തെങ്കിലും ട്യൂട്ടുകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ പായസം കുടിച്ചിട്ട് കാണാം ഗൈസ്. ഇത് ഞങ്ങൾക്കാണ്, ഞങ്ങൾ വിളിച്ചു. അപ്പോൾ ഞാൻ കുടിക്കട്ടെ കേട്ടോ. ഉണ്ടാക്കിക്കൊണ്ട് പറയണമല്ലോ, അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ. എനിക്ക് ഇവിടെ എല്ലാ ഫുഡും ഭയങ്കര ഇഷ്ടമാണ്, പായസം ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ ഈ ഫോൺ മക്ക് കൊടുക്കേണ്ടി വരും. എന്താ 10 മണിക്കാകുമ്പോൾ ഫോൺ മക്ക് കൊടുക്കണം. കാരണം കുറച്ച് നേരം കഴിഞ്ഞാൽ എന്താ ഇക്കാക്കും താത്തയ്ക്ക് വിളിക്കും. അപ്പോൾ ഈ ഫോണിലാണല്ലോ വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് മക്ക് ഫോൺ എന്തായാലും കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതായിട്ട് ഉള്ള വോയിസ് ഓവർ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഡയറക്റ്റായിട്ടാണല്ലോ വോയിസ് ഓവർ കൊടുക്കുന്നത്, അപ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. നമുക്ക് അടുത്ത പ്രാവശ്യം നന്നായിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഡയറക്റ്റായിട്ട് വോയിസ് കൊടുത്ത് തന്നെ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട്, അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എക്സാം കാരണമാണ് അപ്ലോഡ് ചെയ്യാത്തത്. ഇനിയിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണ. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഫുഡ് കഴിക്കും, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് ആവും, പിന്നെ നിസ്കരിക്കും, അങ്ങനെ അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോഴും ഈ ഫുഡ് കഴിക്കണതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എപ്പോഴും ഈ ഫുഡ് കഴിക്കണതിൻ്റെ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്കും ബോറാണ്, എനിക്കത് എന്താ പറയുക, ഞാൻ എന്തെങ്കിലും കഴിക്കുന്ന ടൈമിലായിരിക്കും ഒന്നിലേക്ക് ഉമ്മ അല്ലെങ്കിൽ വാപ്പ ആരെങ്കിലുമൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അവരുടെ ശബ്ദം കൊണ്ട് നിങ്ങളോട് കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ പിന്നെ അതുകൊണ്ടൊന്നും ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ എപ്പോഴും ഈ ഫുഡ് കഴിക്കണതിൻ്റെ തന്നെയല്ലേ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഞാൻ ഈറ്റിംഗ് അങ്ങനെ എന്തോ ഇതില്ലേ, അത് രാവിലെ മുതൽ ഉച്ച വരെ കഴിക്കുന്ന ഫുഡുകളൊക്കെ ഇല്ലേ, വാട്ട ഈറ്റിൻ്റെ അങ്ങനത്തെ ഇതില്ലേ,
അത് ഞാൻ ചെയ്യുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അപ്പോൾ ഇന്നിപ്പോൾ ഫുഡിന് കറി ചെമ്മീൻ കറി ഉണ്ട്, ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, പിന്നെ കറിച്ചക്ക ഇട്ട് വെച്ച ചെമ്മീൻ കറി, പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഇന്നത്തെങ്ങാണ്ട് നന്ന അതുമുണ്ട്, പിന്നെ നാരങ്ങാച്ചാറുണ്ട്. ഇത്രേ ഉള്ളൂ ചോറിന് കറി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ലവ് യു. നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ എല്ലാവരും എക്സാം എഴുതി എനിക്കറിയാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കമൻറ്റ് അടിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതൊന്നും ക്ഷമിക്കുക. പിന്നെ ചാനലൊന്നും കൂടെ എന്താ പറയുക ഭംഗിയിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതും പറഞ്ഞോളൂ. എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറഞ്ഞോളൂ. കമൻറ്റ് അറിയിച്ചോളൂ. അതനുസരിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടർക്കും ലവ് യു ആൻഡ് ബൈ. അപ്പോൾ ഓക്കേടാ, ബൈ, ഗുഡ് നൈറ്റ്, അസ്സലാമു അലൈക്കും.